നമ്മളിൽ പലരും ജോലിക്ക് കയറുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാഗതം, നീ ഇനി മുതൽ ഞങ്ങളുടെ ചെറിയ കുടുംബത്തിലെ ഒരംഗമാണ്. കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ടല്ലേ? പക്ഷേ അടുത്തിടെ ഒറാക്കിൽ പോലുള്ള വമ്പൻ കമ്പനികൾ നടന്ന പിരിച്ചുവിടലുകൾ നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. രാവിലെ 6 മണിക്ക് ഒരു ഇമെയിൽ വരുന്നു, ജോലി പോയി എന്ന് പറയുന്നു. ലോഗിൻ ചെയ്യാനുള്ള ആക്സസ് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. വർഷങ്ങളോളം കുടുംബം എന്ന് കരുതിയ സ്ഥാപനം ഒരു നിമിഷം കൊണ്ട് പുറത്താക്കുന്നു. ഇവിടെയാണ് പുതിയ തലമുറ അഥവാ ജെൻസിന്റെ പ്രസക്തി. അവർ ചോദിക്കുന്നു, ഓഫീസ് എങ്ങനെ ഒരു കുടുംബമാകും? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ വൈറൽ വന്ന ശ്രദ്ധേയമായ ഒരു ലേഖനത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ജെൻസി ഈ വർക്ക് ഫാമിലി എന്ന കപട സങ്കല്പത്തെ തള്ളിക്കളയുന്നത്? നമ്മുടെ മുൻ തലമുറയെ, അതായത് മില്ലേനിയൽസിനെ പഠിപ്പിച്ചത് സ്ഥാപനങ്ങളോടുള്ള കൂറ് അല്ലെങ്കിൽ ലോയാലിറ്റിയാണ്. ഒരു കമ്പനിയിൽ 20 വർഷം ജോലി ചെയ്യുക, അത് സ്വന്തം വീട് പോലെ കരുതുക എന്നതൊക്കെയായിരുന്നു അന്നത്തെ രീതി. എന്നാൽ ജെൻസി വളർന്നത് ഇതൊന്നും കണ്ടുകൊണ്ടല്ല. തങ്ങളുടെ മാതാപിതാക്കൾ ദശാബ്ദോളം പണിയെടുത്ത കമ്പനികളിൽ നിന്ന് ഒരു ദാക്ഷിണ്യവുമില്ലാതെ പുറത്താക്കപ്പെടുന്നത് അവർ കണ്ടു. അതുകൊണ്ടുതന്നെ ഒരു CEO വന്ന് നമ്മളൊരു കുടുംബമാണെന്ന് പറയുമ്പോൾ ജെൻസിക്ക് അതൊരു പോസിറ്റീവ് കാര്യമില്ല, മറിച്ച് അതൊരു റെഡ് ഫ്ലാഗ് ആണ്. കാരണം കുടുംബം എന്ന് വിളിക്കുന്നത് പലപ്പോഴും കൂടുതൽ പണിയെടുപ്പിക്കാനും വ്യക്തിപരമായ അതിർവരമ്പുകൾ ലംഘിക്കാനുമുള്ള ഒരു തന്ത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജെൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അകൽച്ച ജോലി ചെയ്യാനുള്ള മടിയല്ല, മറിച്ച് ഒരു മുൻകരുതലാണ്. ഒരു സ്ഥാപനം എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ കൈവിടാമെന്ന് ഉറപ്പുള്ളപ്പോൾ എന്തിനാണ് അവിടെ വൈകാരികമായി അമിതമായി നിക്ഷേപിക്കുന്നത്? ഇന്ന് AI കാരണം ജോലി നഷ്ടപ്പെടുമെന്ന പേടി നിലനിൽക്കുന്നു. 2025 മാത്രം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടതായാണ് കണക്കുകൾ. ഈ സാഹചര്യത്തിൽ ജെൻസി വിശ്വസിക്കുന്നത് ലോയാലിറ്റി എന്നതിനേക്കാളുപരി പ്രൊഫഷണലിസത്തിലാണ്. ജോലി എന്നത് ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ്, ജീവിതം മുഴുവനുമല്ല. കൃത്യമായ ജോലി, അതിനനുസരിച്ചുള്ള ശമ്പളം, അർഹിക്കുന്ന മര്യാദ, ഇത്രയുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മുൻപ് അർദ്ധരാത്രി വരെ ഓഫീസിലിരിക്കുന്നത് ഒരു വലിയ കാര്യമായിരുന്നു. എന്നാൽ ജെൻസി ചോദിക്കുന്നത് എന്റെ പേഴ്സണൽ ലൈഫ് എവിടെയെന്നാണ്. ഓഫീസ് സമയം കഴിഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാനും അവധി ദിവസങ്ങളിൽ ജോലി സംബന്ധമായ കോളുകൾ എടുക്കാതിരിക്കാനും അവർക്ക് മടിയില്ല. കമ്പനികൾ നൽകുന്ന ഫാമിലി എന്ന ടാഗ് പലപ്പോഴും ശമ്പളമില്ലാതെ കൂടുതൽ സമയം പണിയെടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വർക്ക് ഈസ് വർക്ക്, ഫാമിലി ഈസ് ഫാമിലി എന്ന കൃത്യമായ വേർതിരിവ് അവർ കൊണ്ടുവരുന്നു. ഇത് സ്ഥാപനങ്ങളോടുള്ള വെറുപ്പല്ല, മറിച്ച് സ്വന്തം മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ചുരുക്കത്തിൽ തൊഴിൽ സംസ്കാരത്തിൽ വന്ന വലിയൊരു മാറ്റമാണിത്. കമ്പനികൾ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നതെന്ന് ജെൻസി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കുടുംബമാണ് എന്ന പഴയ ഡയലോഗ് കൊണ്ട് അവരെ വീഴ്ത്താൻ കഴിയില്ല. ജോലി എന്നത് കേവലം ഒരു കരാർ മാത്രമായി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്.